കെ.ബി. സൈമൺ ഒരു ഓർമ്മ. കഴിവും ആത്മാർത്ഥതയുമുള്ള നിരവധി അൽമായ നേതാക്കളാൽ സമ്പന്നമാണ് കണ്ണൂർ രൂപത. പ്രത്യേകിച്ച് അവിഭക്ത കോഴിക്കോട് രൂപതയുടെ ഏറ്റവും വലിയ മേഖലയായിരുന്നു ചിറക്കൽ മേഖലയിൽ നേതൃത്വപാടവമുള്ള നിരവധി നേതാക്കൾ തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ സഭയ്ക്കും അവരുൾപ്പെടുന്ന സമൂഹത്തിനും നിർലോഭം നൽകിയിട്ടുണ്ട്. സ്വപ്രയത്നം കൊണ്ടും സ്വർഗീയമായ പ്രവർത്തന ശൈലി കൊണ്ടും ആ ഗണത്തിലേക്ക് എത്തിച്ചേർന്ന ലാളിത്യം നിറഞ്ഞൊരു വ്യക്തിയാണ് പരിയാരം എമ്പേറ്റ് സ്വദേശിയായ നമ്മുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ കെ.ബി. സൈമൺ. സൗമ്യത മുഖമുദ്രയാക്കിയ സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. പറയാനുള്ള കാര്യങ്ങൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നതോടൊപ്പം സ്നേഹത്തോടെ ഇടപെടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സഭയുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു സൈമേട്ടൻ. തുടർച്ചയായി 10 വർഷം NKDCF-ന്റെ രൂപത പ്രസിഡന്റായിരുന്നു. അതിനു മുൻപ് ട്രഷററായും CDC കൺവീനറായും സേവനം ചെയ്തു. KRLCC അംഗമായും കണ്ണൂർ രൂപത എംപ്ലോയീസ് ആൻഡ് പെൻഷൻ അസോസിയേഷൻ സെക്രട്ടറിയായും സെയിന്റ് വിൻസെന്റ് ഡി പോൾ യൂണിറ്റ് പ്രസിഡന്റായും CC അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. കൂടാതെ അവിഭക്ത കോഴിക്കോട് രൂപതയിലെ ചിറക്കൽ മേഖല CLC സെക്രട്ടറി, കണ്ണൂർ രൂപത അൽമായ സമിതി അംഗം, പരിയാരം സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പാരിഷ് കൗൺസിൽ സെക്രട്ടറി, പാരിഷ് കൗൺസിൽ നിർമ്മാണ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ, ഇടവക വിദ്യാഭ്യാസ സമിതി ചെയർമാൻ, മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ അലുമിനി അസോസിയേഷൻ നിർവാഹക സമിതി അംഗം, ഇടവക ജൂബിലി സൊവനീർ കമ്മിറ്റിയുടെ ചീഫ് എഡിറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ഏത് ഉയർന്ന പദവികൾ സ്വീകരിക്കുമ്പോഴും തൻ്റെ ഇടവകയായ പരിയാരം സെയിന്റ് ഫ്രാൻസിസ് ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നു. ഇടവകയിൽ അവതരിപ്പിച്ചിരുന്ന നാടകങ്ങളിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഏറെ തന്മയത്വത്തോടെയായിരുന്നു. സൈമേട്ടന്റെ വിടവാങ്ങലോടെ ആ ഒരിടം ശൂന്യമായി തന്നെ നിലനിൽക്കും. പ്രതിഫലമിച്ഛിക്കാത്ത ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് നേതാവെന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. തന്നെ കൊണ്ട് കഴിയുന്ന ഏതു സഹായവും സംലഭ്യമാക്കാൻ സന്നദ്ധനായിരുന്നു. ക്ഷണിക്കപ്പെട്ട വിവാഹ വീടുകളിലും മരിച്ച വീടുകളിലും എത്ര ബുദ്ധിമുട്ടിയായാലും എത്തിച്ചേർന്നിരുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ദിവസം വരെയും തന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ഭവനരഹിതരായവർക്ക് ലഭിച്ച ഭവനങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ട ഇടപെടലുകൾ അധികാരികളുമായി ബന്ധപ്പെട്ട് സ്വന്തക്കാർക്കെന്ന പോലെ നടത്തിക്കൊടുക്കുവാൻ കാണിച്ച താല്പര്യം പലരും നന്ദിയോടെ ഇന്നും ഓർക്കുന്നു. ഉത്തമ ക്രൈസ്തവ വിശ്വാസ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം ഉത്തമ ഗൃഹനാഥനുമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം സഭയ്ക്ക് ശ്രേഷ്ഠ വൈദിക പദവിയിലേക്ക് തൻ്റെ മകനെ നൽകി എന്നുള്ളതാണ്. രോഗികളോടും പ്രായമായവരോടും പാവപ്പെട്ടവരോടും പ്രത്യേക മമത കാണിക്കുകയും ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മാതൃക അപ്പൻ തന്നെയായിരുന്നുവെന്ന് ഇപ്പോൾ കോളയാട് സെയിന്റ് കോർണലീസ് ഇടവക വികാരിയും മകനുമായ ഫാദർ ലെനിൻ OCD പങ്കുവയ്ക്കുന്നു. കുടുംബത്തിലും സഭാരംഗത്തും മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹിക രംഗത്തും സാന്നിധ്യം അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായും യൂത്ത് പ്രസിഡന്റായും സേവനം ചെയ്തിട്ടുണ്ട്. NGO യൂണിയൻ തളിപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റായും കേരള സിവിൽ ജുഡീഷ്യൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകസഭ ഇലക്ഷനിൽ NKDCF ബാനറിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായാണ് ഔദ്യോഗിക രംഗത്ത് നിന്നും വിരമിച്ചത്. സഭാ സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ രംഗത്ത് വേണ്ടത്ര സമയം കൊടുക്കുവാൻ കഴിയാതെ കൂടുതൽ ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഇല്ലായത് ഒരു നഷ്ടമായി അദ്ദേഹം കരുതിയിരുന്നില്ല. അങ്ങനെ ആത്മീയ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിറഞ്ഞ് നിന്ന വ്യക്തിത്വം ആയിരുന്നുവെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ സമയമോ സാമ്പത്തികമോ നോക്കാതെ അത് യാഥാർത്ഥ്യമാക്കുന്നത് വരെ അതിൻ്റെ പുറകെയായിരിക്കും എന്ന് കൂടെ സഹപ്രവർത്തകർ ഓർത്തെടുക്കുന്നു.
വെളുത്ത വസ്ത്രം മാത്രം എന്നും ധരിക്കുന്ന സൈമേട്ടന്റെ മനസ്സും അതുപോലെയായിരുന്നു. ഈ വേളയിൽ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം ചെയ്ത നന്മകൾ എല്ലാവരും വിലമതിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് അന്ത്യശുശ്രൂഷ കർമ്മവേളയിൽ നാം കണ്ടത്. പിതാക്കന്മാർ, 30-ലധികം വൈദികർ, സന്യസ്തർ, രൂപതയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ആദരപൂർവം നൽകിയ അന്ത്യയാത്ര രൂപതയിൽ ഒരു അൽമായന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി തന്നെയായിരുന്നു. ഈ മാതൃക നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. സൈമട്ടൻ ദൈവത്തോടൊപ്പമായിരുന്നു നമുക്ക് വേണ്ടിയും ഇനിയും ഊർജം പകരട്ടെ. ആ ഓർമ്മയ്ക്ക് മുൻപിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥനാഞ്ജലികൾ അർപ്പിക്കുന്നു.